dear students. Today we are going to discuss about remaining portion of second chapter, the River Valley Civilization. We already discussed that there are 4 types of River Valley Civilization. First one, Indus Valley Civilization. Second one, Egyptian Civilization. Third one, Mesopotamian Civilization. And last one, Chinese Civilization. ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് ഹവാർഡ് കാർട്ടർ എന്ന പുരാവസ്തു ഗവേഷകൻ്റെ ഡയറി കുറിപ്പോടെയാണ്. ആ ഡയറി കുറിപ്പ് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇൻ ദ ഇയർ 1922 നവംബർ മാസത്തിൽ ഞാൻ ഈജിപ്തിലെത്തി. 14-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ചുപോയ തൂത്തൻഖാമൻ എന്ന ചക്രവർത്തിയുടെ മമ്മി തേടിയുള്ള യാത്ര. മമ്മികളെയും പിരമിഡുകളെയും തേടിയുള്ള യാത്രയുടെ പുതിയ ഘട്ടം. ഈജിപ്തിൻ്റെ വടക്കുഭാഗത്തുള്ള താഴ്വരയിലൂടെ സുദീർഘമായ അന്വേഷണം. പക്ഷേ ഫലമില്ല. പ്രതീക്ഷ നിരാശയ്ക്ക് വഴിമാറി. അവസാനം വലിയൊരു പിരമിഡിൻ്റെ അരികു ചേർന്ന് ഖനനം നടത്തുവാൻ ഞാൻ തീരുമാനിച്ചു. ആകാംക്ഷ അത്ഭുതത്തിന് വഴിമാറി. ഭൂമിക്കടിയിലേക്ക് നീളുന്ന പടവുകൾ പിന്നിട്ടെത്തിയത് വലിയൊരു വാതിലിനരികെ. ഒന്നിനു പിറകെ മറ്റൊന്ന്. 3-ാമത്തെ വാതിൽ തുറന്നപ്പോഴേക്കും ഞാൻ അന്താളിച്ചു പോയി. ഞാൻ അന്വേഷിക്കുന്ന ചക്രവർത്തി ഇതാ മുമ്പിൽ, സർവാഭരണ വിഭൂഷിതനായ അനന്തമായ നിദ്രയിൽ. ഓക്കെ, ഇത്രയാണ് ഈ ഡയറി കുറിപ്പിൽ പറയുന്നത്. ഈ ഡയറി കുറിപ്പിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഹവാർഡ് കാർട്ടർ പോയത് തൂത്തൻഖാമൻ എന്ന് പറയുന്ന ഈജിപ്തിലെ ഒരു ചക്രവർത്തിയെ അന്വേഷിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവം അടക്കിയിരുന്നത് പിരമിഡുകളിലായിരുന്നു എന്നും ഈ ഒരു കുറിപ്പിൽ പറയുന്നുണ്ട്. ഇനി ഈ പിരമിഡുകളിൽ സൂക്ഷിച്ചിരുന്നത് തന്നെ സർവാഭരണ വിഭൂഷിതനായി എന്നാണ്. അതായത് എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായിട്ടായിരുന്നു തൂത്തൻഖാമൻ ആ പിരമിഡിനുള്ളിൽ മരണപ്പെട്ട് കിടന്നിരുന്നത് എന്നിവിടെ കാണാം. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ആദ്യം തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഏത് നദിക്കരയിലാണ് എമേർജ് ചെയ്തത് എന്ന് നോക്കാം. വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ് ഓരോരോ റിവർ വാലിക്കടുത്താണ് ഓരോ സിവിലൈസേഷനും എമേർജ് ചെയ്തത്. അതിന് കാരണം ഇറിഗേഷൻ ഫെസിലിറ്റീസും അതുപോലെ തന്നെ ഫെർട്ടൈൽ ലാൻഡുമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഈജിപ്ഷ്യൻ സിവിലൈസേഷനും എമേർജ് ചെയ്തത് ഒരു നദിയുടെ കരയിലായിരുന്നു. ഏതായിരുന്നു ആ നദി എന്ന് നോക്കാം. ദിസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ഇൻ ദ വാലി ഓഫ് ദി റിവർ നൈൽ. നൈൽ നദിയുടെ കരയിലാണ് ഈ സിവിലൈസേഷൻ എമേർജ് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയുന്ന അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, അഗ്രികൾച്ചർ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ദിസ് സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഗ്രികൾച്ചർ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ദിസ് സിവിലൈസേഷൻ എന്ന്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, കൃഷിയാണ് എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ദ ഈജിപ്ഷ്യൻസ് ഓൾസോ എൻഗേജ്ഡ് ഇൻ വീവിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ. അത് എന്തൊക്കെ പ്രവൃത്തിയിലാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ജനങ്ങൾ ഏർപ്പെട്ടിരുന്നത്? നെയ്ത്ത്, അതുപോലെ തന്നെ സ്ഫടിക പാത്ര നിർമ്മാണം എന്നിവയിലും ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ജനത ഏർപ്പെട്ടിരുന്നു. ദ ഈജിപ്ഷ്യൻ ഓൾസോ എൻഗേജ്ഡ് ഇൻ വീവിങ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ. ഇനി അടുത്തതായിട്ട് ഓരോ സിവിലൈസേഷനിലും നമ്മൾ നോക്കേണ്ടത് അവിടുത്തെ സ്ക്രിപ്റ്റ് എങ്ങനെയായിരുന്നു എന്നാണ്. ദേ ഫോം ആൻ ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഇറ്റ് ഈസ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ് വിച്ച് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. അതായത് വിശുദ്ധമായ എഴുത്ത് എന്നാണ് ഈജിപ്ഷ്യൻ ജനതയുടെ എഴുത്ത് ലിപിയായ ഹൈറോഗ്ലിഫിക്സ് എന്ന പദത്തിൻ്റെ അർത്ഥം. എന്താണ് ഹൈറോഗ്ലിഫിക്സിൻ്റെ അർത്ഥം? വിശുദ്ധമായ എഴുത്ത്. They used the leaves of the plant called papyrus for writing. ഹൈറോഗ്ലിഫിക്സ് എഴുതാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്ത ഇലയുടെ പേരാണ് പാപ്പിറസ് എന്നും മനസ്സിലാക്കുക. They form an art of writing. It is known as hieroglyphics, which means sacred writing. They use the leaves of the plant called papyrus for writing. ഇനി ഈ ചിത്രത്തിൽ കാണുന്ന തരത്തിലുള്ള ഹൈറോഗ്ലിഫിക്സ് ലിപി ആരാണ് ആദ്യമായി വായിച്ചെടുത്തത് എന്ന് നമുക്ക് നോക്കാം. ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്ന നെപ്പോളിയൻ്റെ ഈജിപ്ത് ആക്രമണകാലത്ത് ഷംബോലിയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നെപ്പോളിയനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ വ്യക്തിയാണ്
ഹൈറോഗ്ലിഫിക്സ് എന്ന് പറഞ്ഞ ലിപി ആദ്യമായി വായിച്ചെടുത്തത് ആരാണ്? ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചെടുത്തത് ഷംബോലിയൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് പണ്ഡിതനാണ്. The hieroglyphic script was first deciphered by Champollion, a French scholar. He had accompanied the French ruler Napoleon when the latter conquered Egypt in 1798. The script was engraved on a stone near the mouth of the river Nile. അതായത് നൈൽ നദിയുടെ അടുത്ത് നിന്ന് കണ്ടെത്തിയ വലിയ ഒരു ശിലയാണ് റോസെറ്റ എന്ന് പറയുന്നത്. ആ റോസെറ്റ എന്ന് പറയുന്ന ശിലയിൽ നിന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന ലിപി കണ്ടെത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദി സ്ക്രിപ്റ്റ് കുഡ് ഓൺലി ബി ഡെസിഫേർഡ് ആഫ്റ്റർ മച്ച് പേഷ്യൻറ്റ് ലേബർ. നിങ്ങൾക്കറിയാം, ഈ ഒരു ലിപി ആദ്യമായി കണ്ടപ്പോൾ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ? നമ്മൾ ഈ ലിപിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഷംബോലിയൻ എന്ന് പറയുന്ന വ്യക്തി നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഈ ഒരു ലിപി വായിച്ചെടുത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്തൊക്കെയാണ്? ദ സ്ക്രിപ്റ്റ് ഓഫ് ദ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഇസ് കോൾഡ് ഹൈറോഗ്ലിഫിക്സ്. ഹൈറോഗ്ലിഫിക്സ് എന്ന പദത്തിൻ്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി ആദ്യമായി വായിച്ചെടുത്തത് ഷംബോലിയോ എന്ന് പറയുന്ന വ്യക്തിയാണ്. റോസെറ്റ എന്ന് പറയുന്ന സ്റ്റോണിൽ നിന്നാണ് ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ലിപി കണ്ടെടുത്തത്. ഇനി ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ പ്രധാനമായിട്ടും നോക്കേണ്ട പോയിൻറ്റ്സ് ഫറോവ, അതുപോലെ മമ്മി ആൻഡ് പിരമിഡ് ആണ്. ആരാണ് ഫറോവ? ദി കിങ്സ് ഓഫ് ഈജിപ്ത് വേർ നോൺ ആസ് ഫറോവ. ഹവാർഡ് കാർട്ടറുടെ ഡയറി കുറിപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, തൂത്തൻ ഖാമൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഈജിപ്തിലുണ്ടായിരുന്നു. അത്തരത്തിലുള്ള തൂത്തൻ ഖാമനെ പോലെയുള്ള ചക്രവർത്തികൾ അറിയപ്പെട്ടിരുന്ന പേരാണ് ഫറോവ. ദി കിങ്സ് ഓഫ് ഈജിപ്ത് വേർ നോൺ ആസ് ഫറോവ. ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് ഫറോവ എന്ന് മനസ്സിലാക്കുക. അടുത്ത പോയിന്റ്, ദ പ്രാക്ടീസ് ഓഫ് പ്രിസർവിങ് ദി ബോഡി ഓഫ് ഡെഡ് പ്രിവെയിൽഡ് ഇൻ ഈജിപ്ത്. അത് നമുക്കറിയാം, ഡയറി കുറിപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. തൂത്തൻ ഖാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ശവം പിരമിഡിനുള്ളിൽ എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും അണിഞ്ഞ് സൂക്ഷിച്ചിരുന്നു എന്ന് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു രീതി ഈജിപ്തിലുണ്ടായിരുന്നു. ഇങ്ങനെ സൂക്ഷിക്കപ്പെടുന്ന മൃതശരീരം അറിയപ്പെടുന്ന പേര് നിങ്ങൾ ഏർലി ക്ലാസ്സസിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് മമ്മി. A corpse preserved thus is called a mummy. The practice of preserving the body of the dead prevailed in Egypt. A corpse preserved thus is called mummy. കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരം അറിയപ്പെടുന്ന പേരാണ് മമ്മി. ഇനി എവിടെയാണ് ഈ മമ്മി സൂക്ഷിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ കണ്ടിട്ടുണ്ട്, ഹവാർഡ് കാർട്ടർ എവിടെ നിന്നാണ് തൂത്തൻ ഖാമൻ്റെ ഡെഡ് ബോഡി കണ്ടെത്തിയത്. പിരമിഡ്സ് വേർ ടോംസ് വേർ ദ മമ്മീസ് വേർ പ്രിസർവ്. അതായത് മമ്മികൾ സൂക്ഷിച്ചിരുന്ന വലിയ ടോംസ്, ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്നും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ദ റിമെയിൻസ് ഹാസ് എവിഡൻസ് ഫോർ ദ എക്സസീവ് യൂസ് ഓഫ് ലേബർ ആൻഡ് വെൽത്ത്. അതായത് മനുഷ്യൻ്റെ അധ്വാനവും വെൽത്തും വൻതോതിൽ ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവാണ് പിരമിഡുകൾ. ഓക്കെ, The Egyptians also attained amazing advancement in the field of science. ഈജിപ്ഷ്യൻസ് ശാസ്ത്രരംഗത്തും മികച്ച പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ശാസ്ത്രരംഗത്ത് ഈജിപ്ഷ്യൻസ് കൈവരിച്ചിട്ടുള്ള പുരോഗതി എന്ന് നമുക്ക് നോക്കാം. They formulated a solar calendar. അതായത് സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടറിനെ പറയുന്ന പേരാണ് സോളാർ കലണ്ടർ. അപ്പോൾ ഈജിപ്ഷ്യൻസ് ഫോർമുലേറ്റഡ് എ സോളാർ കലണ്ടർ. ഇനി എന്തൊക്കെയാണ് സോളാർ കലണ്ടറിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. ആസ് പെർ ദിസ് കലണ്ടർ എ ഇയർ ഹാഡ് 365 ഡേയ്സ്. ഇന്നത്തെ പോലെ തന്നെ ഒരു വർഷത്തിൽ ഈജിപ്ഷ്യൻ്റെ സോളാർ കലണ്ടറിനെ അപേക്ഷിച്ച് 365 ദിവസങ്ങളുണ്ടായിരുന്നു. ആൻഡ് എ ഇയർ വാസ് ഡിവൈഡഡ് ഇൻ ടു 12 months. അതും ഇന്നത്തെ പോലെ തന്നെയാണ് നമ്മുടെ മാസങ്ങൾ. അന്നത്തെ മാസത്തെ 12 മാസങ്ങളായി വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് 30 days ഈച്ച്. ഓരോ മാസത്തിലും
ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് സോളാർ കലണ്ടറിൻ്റെ പ്രത്യേകത? സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടറാണ് സോളാർ കലണ്ടർ. സോളാർ കലണ്ടറിൽ ഓരോ വർഷത്തിലും 365 ദിവസങ്ങളുണ്ടായിരുന്നു. പിന്നെ എ ഇയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു 12 മന്ത്സ്. ഒരു വർഷത്തെ 12 മാസങ്ങളായിട്ട് 30 ദിവസങ്ങളുള്ള 12 മാസങ്ങളായിട്ട് വിഭജിച്ചിരുന്നു. ആൻഡ് ദ റിമൈനിങ് 5 days were set aside for celebration. അതായത് 12 മാസങ്ങളിലും 30 ദിവസങ്ങളാണെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന 360 ദിവസങ്ങൾക്ക് പുറമേ വരുന്ന 5 ദിവസങ്ങളെ അവർ സെലിബ്രേഷൻസ് ഡേ ആയിട്ട് മാറ്റിയിരുന്നു. അതായത് 360 പുറമേ വരുന്ന 5 ദിവസങ്ങളെ ആഘോഷങ്ങൾക്ക് വേണ്ടി മാറ്റി വച്ചിരുന്നു എന്നും മനസ്സിലാക്കാം. Then their advancement in the field of mathematics is also significant. അതായത് ഗണിതശാസ്ത്ര രംഗത്തുള്ള അവരുടെ അഡ്വാൻസ്മെൻറ്റും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവ ഏതൊക്കെയാണ്? They could calculate the area of triangles and rectangles. അതായത് റെക്റ്റാങ്കിൾസിൻ്റെയും ട്രയാങ്കിളിൻ്റെയും ഏരിയ അവർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ത്രികോണം, ചതുരം എന്നിവയുടെ വിസ്തൃതി അവർ കണക്കാക്കിയിരുന്നു. Then to determine time, they made sundial, a clock that tells time by the shadow cast by the sun, and water clock that works on water current. അതായത് നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൂര്യഘടികാരവും ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം കണക്കാക്കുന്ന ജലഘടികാരവും അവർ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ശാസ്ത്രരംഗത്ത് ഈജിപ്ഷ്യൻ്റെ പുരോഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ സോളാർ കലണ്ടർ. സോളാർ കലണ്ടറിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ഒരു വർഷത്തെ 365 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ആ 365 ദിവസങ്ങളെ 12 മാസമായിട്ടും 12 മാസത്തെ 30 ദിവസമായിട്ടും അവർ വിഭജിച്ചിരുന്നു. ബാക്കി വരുന്ന 5 ദിവസങ്ങളെ അവർ ആഘോഷങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരുന്നു എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദെൻ ഗണിതശാസ്ത്ര രംഗത്തും പ്രാചീന ഈജിപ്ത് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ട്രയാങ്കിൾസ് ആൻഡ് റെക്റ്റാങ്കിൾസിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ അവർക്കറിയാമായിരുന്നു. ദെൻ മൂന്നാമതായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അവർ സൺഡയലും അതുപോലെ തന്നെ വാട്ടർ ക്ലോക്കും നിർമ്മിച്ചിരുന്നു. അതായത് നിഴലിനെ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന സൂര്യഘടികാരം, സൺ ക്ലോക്കും അതുപോലെ തന്നെ വാട്ടർ ക്ലോക്കും അവർ നിർമ്മിച്ചിരുന്നു. വാട്ടർ ക്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജലപ്രവാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമയം നിർണ്ണയിക്കുന്ന ജലഘടികാരവും അവർ നിർമ്മിച്ചിരുന്നു എന്നാണ് ശാസ്ത്രരംഗത്തെ അവരുടെ പുരോഗതിയുടെ ഫീച്ചേഴ്സ്. ഓക്കെ, ഇനി ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ ലാസ്റ്റ് നോക്കാനുള്ളത്, ദ ഈജിപ്ഷ്യൻസ് വേർ ഓൾസോ സ്കിൽഫുൾ ഇൻ സ്കൾപ്ചർ. അതെന്താണ്? പ്രതിമാ നിർമ്മാണത്തിലും അവർ വിദഗ്ധരായിരുന്നു. ഈജിപ്ഷ്യൻ്റെ പ്രതിമാ നിർമ്മാണത്തിൻ്റെ പ്രധാന ഉദാഹരണം സ്ഫിങ്സ് എന്ന് പറയുന്ന ഒരു പ്രതിമയാണ്. ഈ പ്രതിമയുടെ പ്രത്യേകത ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള പ്രതിമയാണ് സ്ഫിങ്സ് എന്ന് പറയുന്നത്. ഈ സ്ഫിങ്സ് ഈജിപ്ഷ്യൻ്റെ ശില്പവൈദഗ്ധ്യത്തിൻ്റെ പ്രധാന ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് സ്ഫിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, The Egyptians also skillful in sculpture. It is evident from the Sphinx, a statue with lion's body and human head. Okay, അപ്പോൾ എന്തൊക്കെയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ പ്രത്യേകത? ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എമേർജ് ചെയ്തിട്ടുള്ളത് നൈൽ റിവറിൻ്റെ അടുത്താണ്. ആൻഡ് അവരുടെ സ്ക്രിപ്റ്റിന് പറയുന്ന പേര് ഹൈറോഗ്ലിഫിക്സ് എന്നാണ്. ഹൈറോഗ്ലിഫിക്സിൻ്റെ അർത്ഥം വിശുദ്ധമായ എഴുത്ത് എന്നാണ്. പാപ്പിറസ് എന്ന് പറയുന്ന ചെടിയുടെ ഇല ഉപയോഗിച്ചിട്ടാണ് ഈജിപ്ഷ്യൻ ലിപി എഴുതിയിരുന്നത്. ദെൻ ഹൈറോഗ്ലിഫിക്സ് എന്ന ലിപി ആദ്യമായി വായിച്ചെടുത്തത് ശംബോലിയൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി ഇവിടെ പറയാനുള്ളത്, ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേര് ഫറോവ. ദെൻ അവരുടെ മൃതശരീരം കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു. ആ മൃതശരീരം അറിയപ്പെട്ടിരുന്ന പേര് മമ്മി. ആൻഡ് ഈ മമ്മി സൂക്ഷിച്ചിരുന്ന ശവകുടീരമാണ്, വലിയ ശവകുടീരമാണ് പിരമിഡ്. ദെൻ എന്തൊക്കെയാണ് അവരുടെ ശാസ്ത്രരംഗത്തെ ഇമ്പോർട്ടൻസ്, പുരോഗതി എന്ന് നമ്മൾ കണ്ടു. ദ ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് സ്ഫിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സ്റ്റാച്യു വിത്ത് ലയൺസ് ബോഡി ആൻഡ് ഹ്യൂമൻ ഹെഡ്. അതായത് സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള പ്രതിമയാണ് സ്ഫിങ്സ്. ഓക്കെ,
ഇനി അടുത്തത് നോക്കാനുള്ളത് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ആണ്. ദ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ ഫ്ലറിഷ് ഇൻ ദ റീജിയൻ വേർ ദ മോഡേൺ ഇറാഖ് ഈസ് സിറ്റുവേറ്റഡ്. അതായത് ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടാമിയൻ സംസ്കാരം, മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ എമേർജ് ചെയ്തത്. ഓക്കെ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ റിവറിൻ്റെ അടുത്താണ് മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ എമേർജ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ പറയുന്ന മെസപ്പൊട്ടാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ്. ഓക്കെ, മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ എമേർജ് ഫ്രം ദി യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് റിവർ ആൻഡ് ദ വേർഡ് മെസപ്പൊട്ടാമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ ദ റിവേഴ്സ്. നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ഇവിടെ പറയാനുള്ളത് 4 വ്യത്യസ്ത കൾച്ചർ മെസപ്പൊട്ടാമിയയിൽ ഉദയം ചെയ്യുകയുണ്ടായി. അതായത് 4 ഡിഫറെൻറ്റ് സിവിലൈസേഷൻ എമേർജ് ആൻഡ് ഡിക്ലൈൻ ഇൻ മെസപ്പൊട്ടാമിയ. 4 തരത്തിലുള്ള സിവിലൈസേഷൻ മെസപ്പൊട്ടാമിയയിലുണ്ടായിരുന്നു. അവയുടെ പേരാണ് ദേ വേർ സുമേറിയൻ, ദി ബാബിലോണിയൻ, ദി അസീറിയൻ ആൻഡ് ദി കാൽഡിയൻ. ഏതൊക്കെയാണ് സംസ്കാരങ്ങൾ? സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ ആൻഡ് കാൽഡിയൻ എന്നീ പറയുന്ന സിവിലൈസേഷൻ മെസപ്പൊട്ടാമിയയിൽ ഉണ്ടായിരുന്നു. അഗ്രികൾച്ചർ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ദിസ് സിവിലൈസേഷൻ. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ പറഞ്ഞതുപോലെ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്, കൃഷിയാണ്. Then the fertile soil of Mesopotamia help agriculture progress. മെസപ്പൊട്ടാമിയയിലെ അഗ്രികൾച്ചർ പ്രോഗ്രസ്സിന് കാരണം അവിടെയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണാണ്. ഇറ്റ് ലെഡ് ടു ട്രേഡ് ആൻഡ് ദ കോൺസീക്വൻറ്റ് ഗ്രോത്ത് ഓഫ് സിറ്റീസ്. അഗ്രികൾച്ചർ പ്രോഗ്രസ് ട്രേഡിലേക്കും അതുപോലെ സിറ്റീസിൻ്റെ ഗ്രോത്തിലേക്കും നയിച്ചു. ദെൻ മെസപ്പൊട്ടാമിയയിലെ പ്രധാനപ്പെട്ട സിറ്റീസ് ഏതൊക്കെയെന്ന് നോക്കാം. ഉറുക്ക് ആൻഡ് ലഗാഷ് were the major cities in ancient Mesopotamia. പ്രാചീന മെസപ്പൊട്ടാമിയയിലെ പ്രധാന നഗരങ്ങൾ ഉറുക്ക് ആൻഡ് ലഗാഷ് തുടങ്ങിയ നഗരങ്ങളാണ്. സിറ്റീസ് വേർ ഓൾസോ ട്രേഡിംഗ് സെൻറ്റേഴ്സ്. ഈ സിറ്റീസും ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആയിരുന്നു. ഇത്തരത്തിലുള്ള ട്രേഡിലുള്ള ഇമ്പ്രൂവ്മെൻറ്റ് മൂലം അവർക്ക് ട്രേഡിംഗ് ആക്ടിവിറ്റീസൊക്കെ രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതായിട്ട് വന്നു. അത്തരം സാഹചര്യത്തിലാണ് ഇവ സൂക്ഷിക്കാനും ഇവ എഴുതി തയ്യാറാക്കാനും ഒരു എഴുത്തുവിദ്യ, ഒരു സ്ക്രിപ്റ്റ് ആവശ്യമാണ് എന്ന് മെസപ്പൊട്ടാമിയൻ ജനതയ്ക്ക് മനസ്സിലായത്. ഈ ആവശ്യം മൂലമാണ് അവിടെയുള്ള മെസപ്പൊട്ടാമിയയുടെ എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നതിലേക്ക് നയിച്ചത്. ഏതാണ് മെസപ്പൊട്ടാമിയയിലെ സ്ക്രിപ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ദ മെസപ്പൊട്ടാമിയൻ സിസ്റ്റം ഓഫ് റൈറ്റിംഗ് ഈസ് കോൾഡ് ക്യൂണിഫോം. മെസപ്പൊട്ടാമിയയിലെ എഴുത്തുവിദ്യ അറിയപ്പെടുന്ന പേരാണ് ക്യൂണിഫോം. ദി സ്ക്രിപ്റ്റ് വാസ് വെഡ്ജ് ഷേപ്പ്. അതായത് ഒരു ആപ്പിൻ്റെ ആകൃതിയിലുള്ള ലിപിയായിരുന്നു ക്യൂണിഫോം എന്ന് പറയുന്നത്. ദേ വേർ റിട്ടൺ ഓൺ ദ സ്മൂത്ത് സർഫേസ് ഓഫ് വെറ്റ് ക്ലേ ടാബ്ലറ്റ്. അതായത് കളിമണ്ണ് കുഴച്ചുണ്ടാക്കിയ ചെറുഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിൽ അവരെന്ത് ചെയ്യും? കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ച് ക്യൂണിഫോം ലിപി എഴുതും. അതിനുശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് അത് സൂക്ഷിച്ചിരുന്നത്. അതായത് ദി ടാബ്ലറ്റ് വേർ ബേക്ക് ഇൻ ദ സൺ. എഴുതിയതിന് ശേഷം അത് സൂര്യൻ്റെ വെയിലത്ത് വെച്ച് ഉണക്കും. ഓക്കെ, ആൻഡ് എ ഷാർപ്പ് സ്റ്റൈലസ് വാസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. കൂർത്ത മുനയുള്ള എഴുത്താണി ഉപയോഗിച്ചിട്ടായിരുന്നു എഴുതിയത്. എ ഹ്യൂജ് കളക്ഷൻ ഓഫ് ദീസ് ടാബ്ലറ്റ്സ് ഹാസ് ബീൻ ഫൗണ്ട് ഹിയർ. അതായത് ഇത്തരത്തിലുള്ള കളിമൺ ഫലകങ്ങളുടെ വൻ ശേഖരം തന്നെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദം വേർ റിലേറ്റഡ് ടു ട്രേഡ്. അതിൽ ഭൂരിഭാഗവും കച്ചവടവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഇനി എന്തൊക്കെയാണ് അവരുടെ സയൻസ് ഫീൽഡിലുള്ള പ്രോഗ്രസ് എന്ന് നമുക്ക് നോക്കാം. ദേ അച്ചീവ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി. അതായത് ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നീ മേഖലകളിൽ അവർ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അവർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. ദേ ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ മൂവ്മെൻറ്റ് ഓഫ് ദി മൂൺ. അതായത് ചന്ദ്രൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കലണ്ടർ ഫോം ചെയ്തിട്ടുണ്ട്. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ നമ്മൾ പഠിച്ചത് ഈജിപ്ഷ്യൻ ജനത ഫോർമുലേറ്റ് ചെയ്തത് സോളാർ കലണ്ടർ ആയിരുന്നു. അതായത് സൂര്യനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടർ ആയിരുന്നെങ്കിൽ മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷനിൽ അവർ മൂണിൻ്റെ മൂവ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കലണ്ടർ ആയിരുന്നു ഫോർമുലേറ്റ് ചെയ്തിരുന്നത്.
ആൻഡ് ദേ ഡിവൈഡഡ് എ ഇയർ ഇൻ ടു 12 months. അതും ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ പോലെ തന്നെയാണ്, ഒരു വർഷത്തെ 12 മാസമായി ഡിവൈഡ് ചെയ്തിരുന്നു. ആൻഡ് എ മന്ത് ഇൻ ടു 4 weeks ആൻഡ് എ ഡേ ഇൻ ടു 24 hours. അതായത് ഒരു മന്തിനെ 4 ആഴ്ചകളായിട്ടും അതുപോലെ ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ടും വിഭജിച്ചിരുന്നു. ആൻഡ് ദേ ന്യൂ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്. മാത്തമാറ്റിക്സിൽ അവരുടെ പ്രോഗ്രസ് പറയുന്നതാണ് ഈ പോയിൻ്റ്. അതായത് ദേ ന്യൂ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സ്ക്വയർ റൂട്ട്. അവർക്ക് ഹരണം, ഗുണനം, അതുപോലെ വർഗ്ഗമൂലം എന്നിവയും അറിയാമായിരുന്നു. എന്തൊക്കെയാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ്റെ പോയിൻറ്റ്സ്? ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എമേർജ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എമേർജ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് എന്നാണ്. ആൻഡ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിൽ എമേർജ് ചെയ്തിട്ടുള്ള 4 സംസ്കാരങ്ങളാണ്, 4 സിവിലൈസേഷനാണ്: സുമേറിയൻ, ബാബിലോണിയൻ, അസീറിയൻ ആൻഡ് കാൽഡിയൻ. ആൻഡ് അവിടെയുള്ള പ്രധാന നഗരങ്ങളാണ് ഉറുക്ക് ആൻഡ് ലഗാഷ്. ആൻഡ് മെസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ അറിയപ്പെടുന്ന പേര് ക്യൂണിഫോം എന്നാണ്. ആൻഡ് അവിടെയുള്ള എന്തൊക്കെയാണ് അവരുടെ പ്രോഗ്രസ് എന്ന് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഏഷ്യൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട നിർമ്മിതിയായിട്ട് സ്ഫിങ്സ് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിൻ്റെ തെളിവാണ് സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്ന ആരാധനാലയങ്ങൾ. The construction of temples, namely ziggurat, is the evidence of the amazing architectural skills of the ancient Mesopotamia. അപ്പോൾ സിഗുറാത്ത് എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയയിലെ ആരാധനാലയങ്ങളാണ്. ആൻഡ് they were built on artificial hillocks using bricks. അതായത് ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ്, ഇഷ്ടിക ഉപയോഗിച്ചിട്ടാണ് സിഗുറാത്തുകൾ പണിതിരുന്നത്. ആൻഡ് ദേ വെയർ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസിൽ, നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് സ്ഫിങ്സ് എങ്കിൽ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലെ പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് സിഗുറാത്തുകൾ എന്ന് പറയുന്ന ആരാധനാലയങ്ങൾ. ഓക്കെ, ഇനി എന്താണ് ചൈനീസ് സിവിലൈസേഷൻ എന്ന് നോക്കാം. ചൈനീസ് സിവിലൈസേഷൻ എമേർജ് ചെയ്തിട്ടുള്ളത് ഏത് നദിയുടെ തീരത്താണ്? ഒയാങ്ഹോ എന്ന് പറയുന്ന നദീതടത്തിലാണ് ചൈനീസ് സിവിലൈസേഷൻ എമേർജ് ചെയ്തിട്ടുള്ളത്. ഈ 2 സിവിലൈസേഷനിൽ പറഞ്ഞതുപോലെ അഗ്രികൾച്ചർ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ചൈനീസ് സിവിലൈസേഷൻ. കൃഷിയായിരുന്നു ഈ സംസ്കാരത്തിൻ്റെയും അടിത്തറ. ദെൻ they were also skillful in weaving, making pottery and silk production. നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, പട്ടുവസ്ത്ര നിർമ്മാണം എന്നിവയിലും അവർ വിദഗ്ധരായിരുന്നു. ഇപ്പോൾ ചൈനീസ് സംസ്കാരം എമേർജ് ചെയ്തിട്ടുള്ളത് ഒയാങ്ഹോ എന്ന നദിയുടെ തീരത്താണ്. ദ ചൈനീസ് സിവിലൈസേഷൻ ഫ്ലറിഷ് ഇൻ ദ വാലി ഓഫ് ദ റിവർ ഹൊയാങ്ഹോ. അഗ്രികൾച്ചർ വാസ് ദി ബാക്ക് ബോൺ ഓഫ് ദ സിവിലൈസേഷൻ ആൻഡ് they were also skillful in weaving, making pottery and silk production. ആൻഡ് പുരാതന ചൈനീസ് സിവിലൈസേഷനിലെ എഴുത്ത് വിദ്യ എന്തായിരുന്നു എന്ന് നോക്കാം. ദി ആർട്ട് ഓഫ് റൈറ്റിംഗ് എക്സിസ്റ്റഡ് ഇൻ ആൻഷ്യൻ ചൈന ആസ് വെൽ. ദി സ്ക്രിപ്റ്റ് വാസ് പിക്ടോഗ്രഫിക്, നോട്ട് ആൽഫബറ്റിക്. അതായത് അക്ഷരങ്ങൾക്ക് പകരം ചിത്രങ്ങളായിരുന്നു ചൈനീസ് സിവിലൈസേഷനിൽ ഉപയോഗിച്ചിരുന്നത്. ലേറ്റർ ഇറ്റ് ഡെവലപ്പ് ഇൻ ടു ആൻ ഐഡിയോഗ്രഫിക് സ്ക്രിപ്റ്റ്. അതിനുശേഷം അവ ചിഹ്നങ്ങൾ നിലവിൽ വന്നു. ചിത്രങ്ങളായിരുന്നു അക്ഷരങ്ങൾക്ക് പകരം ഉപയോഗിച്ചിരുന്നത്. പിൽക്കാലത്ത് ചിത്രങ്ങൾക്ക് പകരം ചിഹ്നങ്ങൾ നിലവിൽ വന്നു. Like ancient Mesopotamians and Egyptians, ancient Chinese too formulated a calendar in which a year consisted of 365 and half days. അതായത് മെസപ്പൊട്ടോമിയയിലെയും ഈജിപ്തിലെയും പോലെ പ്രാചീന ചൈനയിലും കലണ്ടർ തയ്യാറാക്കിയിരുന്നു. അവർ തയ്യാറാക്കിയ കലണ്ടറിൽ ഒരു വർഷത്തിൽ 365 ദിവസം ഉണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ സിവിലൈസേഷനിൽ നമ്മൾ കണ്ടു അവരുടെ കലണ്ടറിൽ 365 ദിവസമായിരുന്നെങ്കിൽ ചൈനീസ് സിവിലൈസേഷനിൽ 365 ദിവസം ഉണ്ടായിരുന്നു എന്നും ഇവിടെ കാണാം. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടോമിയൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻ നോക്കി. ഇവിടെ ഈ 3 സിവിലൈസേഷനും കോമൺ ആയിട്ട് പറയാവുന്ന ഫീച്ചേഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ ദ വൈഡ് യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ് വാസ് ദ കോമൺ ഫീച്ചർ ഓഫ് ഓൾ ദിസ് സിവിലൈസേഷൻ. ഹെൻസ് ദിസ് സിവിലൈസേഷൻ ആസ് കോമൺലി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. അതായത് മെസപ്പൊട്ടോമിയൻ, ഈജിപ്ഷ്യൻ, ചൈനീസ് സംസ്കാരങ്ങളുടെ പൊതുവായ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗമായിരുന്നു. അതിനാൽ തന്നെ ഈ സംസ്കാരങ്ങളെയെല്ലാം വെങ്കലയുഗ സംസ്കാരം എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ഈ 3 സംസ്കാരങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കോമൺ ഫീച്ചറായിട്ട് പറയുന്നത്. ഇനി മറ്റുള്ളവ എന്താണെന്ന് നോക്കാം. അതുപോലെ അഗ്രികൾച്ചർ വാസ് ദ ബാക്ക് ബോൺ ഓഫ് ദി സിവിലൈസേഷൻ. ഈ 3 സിവിലൈസേഷൻ്റെയും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, കൃഷിയാണ് എന്നും നമുക്കറിയാം. അപ്പോൾ 2 കോമൺ ഫീച്ചർ കിട്ടി. ഒന്ന് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, സെക്കൻഡ് വൺ അഗ്രികൾച്ചർ. തേർഡ് വൺ ആയിട്ട് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതായത് കച്ചവടത്തിലുള്ള വികസനവും അതുപോലെ നിർമ്മാണ വൈദഗ്ധ്യവുമായിരുന്നു അടുത്ത കോമൺ ഫീച്ചറായിട്ട് പറയുന്നത്. ദെൻ ഈ 3 സംസ്കാരങ്ങളിലെയും എഴുത്തുവിദ്യയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈജിപ്തിലും അതുപോലെ മെസപ്പൊട്ടോമിയയിലും ചൈനീസ് സിവിലൈസേഷനിലും ഒരു എഴുത്തുവിദ്യ നിലനിന്നിരുന്നു. ഈജിപ്തിലെ എഴുത്തുവിദ്യയുടെ പേര് ഹൈറോഗ്ലിഫിക്സ് എന്നും മെസപ്പൊട്ടോമിയയിലേത് ക്യൂണിഫോം എന്നും അതുപോലെ ചൈനീസ് സിവിലൈസേഷനിൽ ചിത്രലിപിയിലുള്ള എഴുത്തുവിദ്യയുമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ കോമൺ ഫീച്ചറാണ് എഴുത്തുവിദ്യ, സ്ക്രിപ്റ്റ്, ആർട്ട് ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, അതായത് സയൻസ് ഫീൽഡിലെ പ്രോഗ്രസ്സും വിവിധ സിവിലൈസേഷനിലെ സയൻസ് ഫീൽഡിലെ പ്രോഗ്രസ്സും നമ്മൾ കണ്ടു. അപ്പോൾ എന്തൊക്കെയാണ് കോമൺ ഫീച്ചറായിട്ട് പറയുന്നത്? ദ യൂസ് ഓഫ് ബ്രോൺസ്, അഗ്രികൾച്ചറൽ പ്രോഗ്രസ്, ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ് ആൻഡ് ക്രാഫ്റ്റ്മാൻഷിപ്പ് and the art of writing, progress in the field of science, etc. were the remarkable common features of this civilization. കൃഷിയുടെ പുരോഗതി, വെങ്കലത്തിൻ്റെ ഉപയോഗം, കച്ചവടത്തിൻ്റെയും കരകൗശല മേഖലയുടെയും വികാസം, എഴുത്തുവിദ്യ, ശാസ്ത്രരംഗത്തെ നേട്ടങ്ങൾ തുടങ്ങിയവ ഈ സംസ്കാരങ്ങളുടെ എടുത്തു പറയാവുന്ന പൊതു സവിശേഷതകളാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ.